എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും ഫലം കിട്ടുന്നില്ലേ? ജീവിതത്തിൽ അകാരണമായ തടസ്സങ്ങൾ ആവർത്തിക്കുന്നുണ്ടോ? എങ്കിൽ ശ്രദ്ധിക്കുക. ഇതിനു പിന്നിൽ പാപകർമ്മ ദോഷം ആയിരിക്കാം. എന്താണ് ഈ ദോഷം? നമ്മുടെ ശാസ്ത്രമനുസരിച്ച് കർമ്മങ്ങൾ 3 വിധമാണ്. ഇതിൽ പ്രാരാബ്ധ കർമ്മങ്ങളാണ് ഈ ജന്മത്തിലെ സുഖദുഃഖങ്ങൾക്ക് കാരണം. മുൻ ജന്മത്തിലോ ഈ ജന്മത്തിലോ ചെയ്ത നിഷിദ്ധമായ കാര്യങ്ങൾ, അതായത് മറ്റൊരാളെ ചതിക്കുകയോ പ്രകൃതിയെ നശിപ്പിക്കുകയോ ചെയ്യുന്നത് ജാതകത്തിൽ ദോഷങ്ങളായി മാറും. ഇതാണ് പാപകർമ്മ ദോഷം. ഇത് എങ്ങനെ തിരിച്ചറിയാം? എല്ലാം ശരിയാകുമെന്ന് കരുതുമ്പോൾ അവസാന നിമിഷം പദ്ധതികൾ തകിടം മറിയുക, ചികിത്സിച്ചാലും മാറാത്ത വിട്ടുമാറാത്ത രോഗങ്ങൾ, കുടുംബത്തിലെ അസ്വസ്ഥതകളും അപ്രതീക്ഷിത തിരിച്ചടികളും. പരിഹാരമില്ലാത്ത ദോഷങ്ങളില്ല. ദാനധർമ്മങ്ങൾ, അന്നദാനമോ പാവപ്പെട്ടവരെ സഹായിക്കുന്നത് വഴി നെഗറ്റീവ് ഊർജം മാറ്റാം. പ്രായശ്ചിത്തം, തിലഹോമം, സർപ്പബലി തുടങ്ങിയ കർമ്മങ്ങൾ നടത്തുക. മന്ത്രജപം, നിത്യവും മൃത്യുഞ്ജയ മന്ത്രമോ വിഷ്ണു സഹസ്രനാമമോ ജപിക്കുന്നത് മാനസിക സമാധാനം നൽകും. ഏറ്റവും വലിയ പരിഹാരം കർമ്മശുദ്ധിയാണ്. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റൊരാളെ വേദനിപ്പിക്കാതിരിക്കുക. ഈ അറിവ് ഉപകാരപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യൂ. കൂടുതൽ ജ്യോതിഷ വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.